നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെയാണ് തിരുവനന്തപുരം നെയ്യാറിൽ ദമ്പതികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏക മകന്റെ അകാല മരണമുണ്ടാക്കിയ വേദനയിൽ ജീവിക്കുകയായിരുന്ന സ്നേഹദേവും ഭാര്യ ശ്രീകലയും കൈകൾ കൂട്ടിക്കെട്ടി നദിയിൽ ചാടി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പ് ഇവരുടെ കാറിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഒരു വർഷം മുമ്പാണ് ഏകമകൻ ശ്രീദേവ് പെട്ടെന്നുണ്ടായ നെഞ്ചുവേദന കാരണം മരിച്ചത്. ഇതോടെ സ്നേഹദേവിന്റെയും ശ്രീകലയുടെയും ജീവിതവും കീഴ്മേൽ മറിഞ്ഞു. ഏകമകന്റെ വിയോഗം ഇരുവർക്കും താങ്ങാൻ കഴിയുമായിരുന്നില്ല. ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപക ജോലി രണ്ടുപേരും നിർത്തി. തുടർന്ന് മലയാള മാസപ്രകാരമുള്ള ശ്രീദേവിന്റെ ചരമദിനത്തിലാണ് മാതാപിതാക്കളും ജീവനൊടുക്കിയത്. മകന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് പാവങ്ങളെ സഹായിക്കുന്നതിനിടെയാണ് നാടിനെ നടുക്കി ദമ്പതികളുടെ മരണം. സാധാരണക്കാർക്ക് സഹായം നൽകുന്നതിനായി രൂപവൽക്കരിച്ച സംഘടനയുടെ ഓഫീസ് പ്രവർത്തിച്ചത് നാലാഞ്ചിറ മുട്ടട അറപ്പുര ലൈനിലെ ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. ശ്രീദേവ് ഉപയോഗിച്ചിരുന്ന കാർ ഇപ്പോഴും പോർച്ചിൽ കിടക്കുന്നുണ്ട്. പേരൂർക്കട ലോ അക്കാദമിയിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്ന ശ്രീദേവ് കഴിഞ്ഞ ഫെബ്രുവരി 3-നാണ് മരിച്ചത്. മകന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 18-ന് വീട്ടിൽ നടന്ന പരിപാടിയിൽ വെച്ച് 14 പേർക്ക് ശ്രീകലയും സ്നേഹദേവും ചേർന്ന് ധനസഹായവും നൽകി. വീടും സ്ഥലവും ഉൾപ്പെടെയുള്ള സമ്പാദ്യമെല്ലാം ട്രസ്റ്റിന്റെ പേരിൽ എഴുതി വെച്ചതായും അതിനാൽ വരും വർഷങ്ങളിലും സഹായം മുടങ്ങില്ലെന്നും ചടങ്ങിൽ സംസാരിച്ച ശ്രീകല എല്ലാവരെയും അറിയിച്ചിരുന്നു. പരിപാടി കഴിഞ്ഞ് ഇനിയൊരു തീർത്ഥയാത്ര പോകുമെന്നും മകന്റെ വാർഷിക ചടങ്ങുകൾ 3-ന് നടത്തണമെന്നും അടുത്ത പരിചയക്കാരോട് ഇരുവരും പറഞ്ഞു. ബുധനാഴ്ച വൈകിട്ട് വരെ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു. യാത്ര പറയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് രാത്രിയിൽ ഫോണിൽ സന്ദേശം അയച്ചപ്പോൾ അത് എന്നേക്കുമുള്ള യാത്ര പറച്ചില്ലെന്ന് പക്ഷേ ബന്ധുക്കളും അറിഞ്ഞില്ല. ജീവിതത്തിലെന്ന പോലെ പരസ്പരം കൈകൾ കോർത്തുപിടിച്ചാണ് ഇരുവരും മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയത്.